സംസ്ഥാനത്തെ സിവിൽ കോടതി ജീവനക്കാർ ജൂൺ 2 മുതൽ 8 വരെ കറുത്ത ബാഡ്ജ് അണിഞ്ഞ് പ്രതിഷേധ സമരത്തിലേക്ക്. നിയമന നിരോധനം, താൽക്കാലിക പ്രൊമോഷൻ നിയന്ത്രണം, ഷെട്ടി കമ്മീഷൻ പ്രകാരമുള്ള ഇൻക്രിമെന്റ് തടഞ്ഞുവയ്ക്കൽ തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കൊല്ലം ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. വാളകം, തണിച്ചാൽ, തടിക്കാട് മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടും പരിഹാരമുണ്ടാകുന്നില്ല. വാഹനങ്ങൾക്ക് കുറുകെ ചാടിയുള്ള അപകടം പതിവാണ്. പത്തനംതിട്ട ഇരുവെള്ളിപ്രയിലെ റെയിൽവേ അടിപ്പാത വീണ്ടും അടച്ചു. മണിമലയാറ്റിൽ നിന്നുള്ള വെള്ളം കയറാതിരിക്കാൻ നടത്തിയ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നത്തിന് കാരണം. റെയിൽവേ അടിപ്പാത പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിയതോടെ കിലോമീറ്ററുകളധികം സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. സഞ്ചാരികൾക്ക് ഭീഷണിയായി നിന്നിരുന്ന കുമളി ആനവച്ചാൽ തേക്കടി റോഡിലെ മുളകൾ വെട്ടിമാറ്റി. വനവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നാണ് മുളകൾ മുറിച്ചു നീക്കിയത്. ഉണങ്ങി നിന്ന മുള വീണ് യാത്രക്കാരന് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു. കാലവർഷം കനത്തതോടെ കല്ലായിപ്പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തി. കടൽ പ്രക്ഷുബ്ധമായതോടെയാണ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത്. സെപ്റ്റംബർ 15 ശേഷം പ്രവർത്തനം പുനരാരംഭിക്കും.